तरफ हमारे नेता राहुल गांधी सदन में लड़ रहे हैं लोकतंत्र संविधान के एक वोट के अधिकार की लड़ाई को। दूसरी तरफ देश भर का लाखों कार्यकर्ता सड़क के रास्ते से भारत की राजधानी दिल्ली की जहरीली हवाओं के बीच में जान हथेली में रख कर लड़ रहा है। നമ്മളിപ്പോൾ കണ്ട ഈ ഒരു വീഡിയോ ഉണ്ടല്ലോ, ഇന്ന് രാംലീല മൈതാനത്തിൽ, അതായത് ഡൽഹിയിൽ നടന്നിട്ടുള്ള മഹാറാലിയാണ് കോൺഗ്രസ് സംഘടിപ്പിച്ചിട്ടുള്ള, അല്ലെങ്കിൽ ഇന്ത്യ മുന്നണി സംഘടിപ്പിച്ചിട്ടുള്ള മഹാറാലിയാണ്. ഏകദേശം 10,000 ആളുകളാണ്, ഇത്രയും കണക്ക് പോലും വെക്കാൻ പറ്റാത്ത അത്രയും ആളുകളാണ് ഈ ഒരു പരിപാടിയിലോട്ട് വന്നത്. ഇതിൻ്റെ പ്രധാന ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ കഴിഞ്ഞ കുറച്ച് മുമ്പത്തെ വീഡിയോയിലൊക്കെ നമ്മൾ അന്ന് പറഞ്ഞിട്ടുണ്ട് ഈ ഡീറ്റെയിൽസ് മൊത്തം. അതായത് ജ്ഞാനേഷ് കുമാറിന് അല്ലെങ്കിൽ ഇലക്ഷൻ കമ്മീഷനെതിരെ നമ്മുടെ BJP സർക്കാർ ഇലക്ഷൻ കമ്മീഷനെ സെലക്ഷൻ കമ്മീഷനാക്കി മാറ്റിയതിനെതിരെ എങ്ങനെയാണ് പല സ്ഥലങ്ങളിലും, കർണാടകയിലും മഹാരാഷ്ട്രയിലും അതുപോലെ തന്നെ ഹരിയാനയിലും ബീഹാറിലൊക്കെ വോട്ട് അട്ടിമറിച്ചുകൊണ്ടിരിക്കുന്നത് എന്നതിനൊക്കെ എക്സ്പോസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു മഹാറാലിയാണിത്. ഇതിൽ നിങ്ങൾ എടുത്ത് പറയേണ്ട ചില കാര്യങ്ങളുണ്ട് കേട്ടോ. നമ്മൾ രാഹുൽ ഗാന്ധി ഇതിനിങ്ങനെ കയറി വരുന്നൊരു സീനാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. നിങ്ങൾ ആ കയറി വന്നിട്ട് കുറച്ച് ഫ്രണ്ടിലോട്ട് വരുന്ന സമയത്ത് ആ ഒരു സ്റ്റേജിൻ്റെ ഫ്രണ്ടിൽ ഇങ്ങനെ ചാക്കുകൾ അട്ടി വെച്ചിട്ടിരിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടില്ലേ? ഈ സംഭവം എന്നല്ല, ഏകദേശം 5 കോടി മുതൽ 8 കോടി ആളുകളാണ് ഈ ഒരു എന്താ പറയുക വോട്ട് ചോരിക്കെതിരെ സൈൻ ചെയ്തിട്ട് ഇന്ത്യയുടെ പല ഭാഗത്തു നിന്നിട്ടും അയച്ചിട്ടുള്ളത് കോൺഗ്രസ് കമ്മിറ്റിക്ക്. ആ അയച്ചിട്ടുള്ള മൊത്തം 5 കോടിയോളം വോട്ടുകളുടെ കെട്ടുകളാണല്ലോ, നമ്മളാ സിഗ്നേച്ചറുകളുടെ കെട്ടുകളാണ് നമ്മളാ മുമ്പിൽ കാണുന്നത്. അപ്പോൾ തന്നെ ആലോചിക്കുക, രാജ്യത്ത് എത്ര ആളുകൾ ഇതിനെതിരെ സംസാരിക്കുന്നുണ്ട്. ഇത് കാണാത്തത് കാരണം പ്രത്യേകിച്ച് ഗോദി മീഡിയയാണ് നമ്മുടെ നോർത്ത് ഇന്ത്യ ഭരിക്കുന്നത്, അതായത് അവിടുത്തെ മീഡിയ ഭരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇങ്ങനത്തെ പല കാര്യങ്ങളും പുറത്തോട്ട് വരുന്നില്ല എന്നുള്ളതാണ് സത്യം. ഇനി ഇതിൻ്റെ പ്രധാന ലക്ഷ്യങ്ങൾ എന്ന് പറഞ്ഞാൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരായിട്ടും BJPക്കെതിരായിട്ടും, പിന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഏത് രീതിയിലാണ് ഇത് മാനിപ്പുലേറ്റ് ചെയ്യുന്നത്, BJP അതിന് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് എന്നുള്ളതിൻ്റെ ഒരു വലിയൊരു डिस्कशन आनी रैली നടന്നുകൊണ്ടിരിക്കുന്നത്. देखिए, आज भारत देश की जनता की निगाहों में सबसे बड़ा अगर कोई गुनहगार है तो कैदी नंबर 420 ज्ञानेश कुमार है। तो आज मैं यहाँ पर खुद ज्ञानेश कुमार का कैरेक्टर इसलिए प्ले कर रही हूँ महिला कांग्रेस की ओर से, क्योंकि ये जो जनता है इनके साथ धोखा हुआ है। वोट चोरी केवल वोट चोरी नहीं है, ये पेपर लीक की चोरी है, ये महिला अपराध की चोरी है, ये महंगाई की चोरी है, ये बढ़ते टैक्स की चोरी है, ये हर तरीके से जनता को लूटने की चोरी है। പിന്നെ ഈ 420 എന്താ പറയുക നമ്പറുള്ള തടവുകാരെന്ന് പറഞ്ഞിരിക്കുന്ന IPC 420 ആയിരിക്കും ഉദ്ദേശിച്ചത്. അതായത് ചീറ്റിംഗ് ആണല്ലോ IPC 420 എന്ന് പറഞ്ഞാൽ, ചീറ്റിംഗ് മാനിപ്പുലേറ്റിംഗ് ചെയ്യുന്ന ഒരു വകുപ്പാണ്. അപ്പോൾ ജ്ഞാനേഷ് കുമാറിനാണ് അതിനെ എന്താ പറയുക എന്തായി ചെയ്തിട്ടുള്ളത്, മോർഫ് ചെയ്ത് വെച്ചിട്ടുള്ളത് ആ ഫോട്ടോയിൽ. അപ്പം അങ്ങനെ പല രീതിയിലും ഈ ഒരു പ്രോഗ്രാമിൻ്റെ ഈ ഒരു റാലിയുടെ ഇടയിൽ ഒരുപാട് ആൾക്കാർ, അവിടെ വന്ന ആളുകൾ പല രീതിയിലുള്ള അവരുടെ ആ ഒരു അമർഷവും കാര്യങ്ങളൊക്കെ പുറത്തോട്ട് കാണിക്കുന്നുണ്ട് ഈ വീഡിയോയിൽ. വേറെ ചിലർ പറയുന്നത് ഇത് മോദിക്ക് ആയോഗ് എന്നാണ്. അത് മോദിക്ക് ആയോഗ് എന്ന് പറഞ്ഞാൽ മോദിയുടെ എന്താ പറയുക ഇലക്ഷൻ കമ്മീഷൻ എന്നുള്ള രീതിയിലാണ് ചില ആളുകൾ ഇതിൽ സംസാരിച്ചിട്ടുള്ളത്. അതായത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇപ്പോഴും മോദിക്ക് വേണ്ടിയിട്ട് മോദി ആയോഗായി മാറിയിരിക്കുന്നുണ്ട് എന്നാണ് ആ ഒരു പ്രവർത്തനം അഭിപ്രായപ്പെടുന്നത്. ഇത് മാത്രമല്ല BJP വക്താക്കൾ മറുപടി പറയുന്ന കാര്യങ്ങൾ, അത് സെലക്ഷൻ കമ്മീഷൻ തന്നെ വന്നുകൊള്ളോ പോട്ടെ, ഇലക്ഷൻ കമ്മീഷനെ എതിരെ അല്ലെങ്കിൽ ഇലക്ഷൻ കമ്മീഷൻ നാട്ടിലെ ഇത് വോട്ടിംഗ് അട്ടിമറിക്കുന്നതിൻ്റെ കാര്യങ്ങൾ ചോദിക്കുമ്പോൾ നമ്മൾ കണ്ടിട്ടുണ്ട് ആദ്യം വന്നിട്ട് ഇതിനുള്ള റിപ്ലൈ തരുന്നത് BJP വക്താക്കളായിരിക്കും. അത് ഫസ്റ്റ് അനുരാഗ് താക്കൂർ വന്ന് തന്നിരുന്നു, സെക്കൻഡ് ടൈമിൽ മറ്റൊരു BJP കിരൺ റിജു വന്ന് സംസാരിച്ചു. അതായത് വോട്ട് ചോരി നാട്ടിൽ നടക്കുന്നുണ്ട് എന്ന് പറയുമ്പം അങ്ങനെ ഉണ്ടോ അല്ലെങ്കിൽ ഈ കള്ള വോട്ടുകൾ വരുന്നു, വോട്ടുകൾ മാറ്റപ്പെടുന്നു, എന്തുകൊണ്ട് ഇത് ഇലക്ഷൻ കമ്മീഷനെ എന്ന് ചോദിക്കുന്ന സമയത്ത് ചാടി വന്നിട്ട് BJP ആണ് എപ്പോഴും അതിനുള്ള ഡീറ്റെയിൽസ് തരാറ്. കാരണം അവരാണ് കക്കുന്നതെന്ന് അവർക്കറിയാം, എന്നെ തന്നെയാണ് ഉദ്ദേശിച്ചത് എന്നുള്ള രീതിയിൽ അവർ വന്ന് അതിനുള്ള മറുപടി പറയുന്ന മറുപടികളൊക്കെ ആരും മണ്ടത്തരങ്ങളാവും. അങ്ങനെയാണ് നമ്മുടെ ഒട്ടകഞ്ചി വരെ പാൻ ഇന്ത്യൻ ഒട്ടകമായിട്ട് മാറിയതെന്ന് നമുക്കറിയാം അല്ലേ. അപ്പം ഇങ്ങനത്തെ ഒരേ കാര്യങ്ങളാണ് ഈ കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് ഈ രാജ്യം നടക്കുന്നത്. ഇതിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലുള്ള ഒരു റാലി അവിടെ സംഘടിപ്പിച്ചിട്ടുള്ളൂ. പിന്നെ മറ്റൊരു പ്രവർത്തകൻ പറഞ്ഞ് ഞാൻ കാണിച്ചു തരാം. यही मैं कहना चाहता हूँ, राहुल जी जो सवाल पूछ रहे चुनाव आयोग उसका जवाब नहीं देता है। BJP के नेता जो है चुनाव आयोग का जवाब देने लगते हैं। चुनाव आयोग पंगु हो चुका है। चुनाव आयोग से CJI को क्यों हटाया गया? चीफ जस्टिस को जब चुनाव आयुक्त का गठन होता था, चुनाव आयुक्त बनते थे,
तो उसमें चीफ जस्टिस की भूमिका होती थी। इन्होंने चीफ जस्टिस की भूमिका को हटा दिया गया। वो नितांत दुर्भाग्यपूर्ण है, क्योंकि ये मोनोपोली करना चाहते हैं। आप चाहे चुनाव आयोग देखें, आप ईडी देखें, जो एनफोर्समेंट डायरेक्टरेट है, परिवर्तन निदेशालय है, वो तो परिवर्तन निदेशालय की भूमिका का निर्वहन कर रहा है। जिस नेता को भारतीय जनता पार्टी में घुसाना हो उसका काम ईडी कर रही है, आप ईडी उसके छापा मार देती है। आप क्या कहना चाहेंगे? അതായത് ഇ.വി.എമ്മിനെ പറ്റിയാണ്. ഇ.വി.എമ്മിൻ്റെ ആവശ്യകത എത്രത്തോളം എന്നുള്ളതിനെ പറ്റിയാണ് സംസാരിക്കുന്നത്. വോട്ടിംഗ് മെഷീൻ തെറ്റായ കണക്കുകളാണ് നൽകുന്നതെന്നും രാജ്യം ആവശ്യപ്പെടുന്ന അനുസരിച്ചിട്ട് പഴയ പോലെ ബാലറ്റ് പേപ്പർ ഉപയോഗിച്ചുള്ള തെരഞ്ഞെടുപ്പ് വരുത്തണമെന്നുമാണ് ബീഹാർ എന്നുള്ള പ്രവർത്തകർ ആവശ്യപ്പെടുന്നത്. കാരണം ബീഹാറിൽ ഇപ്പം ഈ അട്ടിമറി എത്രത്തോളം വലുതാണെന്ന് നമ്മൾ കണ്ടു. ഇനി അതിൻ്റെ തെളിവുകൾ പുറത്തോട്ട് വരണം. അവിടെ ചെയ്തിട്ടുള്ള പല കാര്യങ്ങളും ഏതൊക്കെ രീതിയിലാണ് ഇവന്മാർ മാനിപ്പുലേറ്റ് ചെയ്തതെന്നുള്ള CCTVയുടെ ദൃശ്യങ്ങൾ, അത് ഓഫ് ആവുന്നതും ഓൺ ആവുന്നതും അങ്ങോട്ട് വണ്ടി പോകുന്നതും വരുന്നതും, അതിലുള്ള കുറേ കാര്യങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. ബീഹാറിലുള്ള ആളുകളുടെ ഉള്ളിലുള്ള അവസ്ഥയാണ് അവർ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇനി ഈ എങ്ങനെയാണ് മറ്റൊരു പ്രവർത്തകൻ ചോദിക്കുന്നുണ്ട്, ഇനി 50 വർഷം BJP ഭരിക്കും എന്ന് നേരിട്ട് മുൻകൂട്ടി അമിത്ഷാ പറഞ്ഞൊരു വേർഡിങ്സ് ഉണ്ട്. അത് എന്തുകൊണ്ട് പറഞ്ഞു എന്നാണ് അയാൾക്ക് തോന്നിയിട്ടുള്ളത്. പുള്ളി ഈ ഒരു പ്രവർത്തകൻ പറയുന്ന ഒരു കാര്യം. 2014 में और 2019 में और 2024 में वोटिंग चुनाव आयोग से मिलकर वोटिंग मशीन से वोट चोरी करके प्रधानमंत्री बने हुए न, तो आज देश का प्रधानमंत्री श्री राहुल गांधी जी होते। और मीडिया जो देश के है, ये नहीं लोकसभा में पूछते हैं कि वंदे मातरम को कोई बहस कराने की कोई आवश्यकता नहीं। ये नहीं पूछते। हिरण जोशी जो है PMO में रह कर पूरे ऑल इंडिया का मीडिया का कंट्रोल किया, और महादेव कंपनी से विदेश में जो 50,000 करोड़ का घोटाला किया है उस पर बहस नहीं करवाएंगे। ഇതിന് 2014, 2019 ഇത് 2014, 2019, 2024 വർഷങ്ങളിലെ തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ഒത്തുതീർപ്പ് ഉണ്ടാക്കിയിട്ടുണ്ടെന്നും EVM വഴി വോട്ട് മോഷ്ടിക്കുകയാണ് എന്നുള്ളതും മറ്റ് പല രീതിയിൽ വോട്ട് ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട്, മറ്റ് വോട്ടുകൾ കട്ട് ചെയ്ത് കളയേണ്ടതാണ് മറ്റൊരു പ്രവർത്തകൻ ഇതിൽ പറഞ്ഞിട്ടുള്ളത്. ഇതിനുള്ള പോരാട്ടത്തിനുള്ള ഒരു ആഹ്വാനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വോട്ടിനായുള്ള പ്രതിജ്ഞ, അതായത് പ്രവർത്തകർ വോട്ട് തട്ടിപ്പിനെതിരെ ശക്തമായ നിലപാടെടുക്കണം. ഇനി ഇതിലെ പ്രധാനപ്പെട്ട കുറേ വീഡിയോസ്, കുറേ ഭാഗങ്ങൾ പല പേജുകളിലും വന്നിട്ടുണ്ട്. നിങ്ങൾ BJPയുടെ ഒരു റാലിയും കോൺഗ്രസിൻ്റെ റാലിയും എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ, കോൺഗ്രസ് എന്നല്ല BJP ഇതര പാർട്ടി, അതായത് BJPയുടെ സഖ്യകക്ഷികളുടെ റാലികളും അതല്ലാണ്ട് നോർമൽ ഒരു കോൺഗ്രസിൻ്റെ റാലി എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും. കോൺഗ്രസ് റാലികളിൽ ഇന്ത്യയുടെ പതാക ഉണ്ടാവും, അതുപോലെ കോൺഗ്രസിൻ്റെ കൈപ്പത്തി ചിഹ്നത്തിൻ്റെ പതാകകളും, അങ്ങനെ അവരുടെ സഖ്യ പാർട്ടികളുടെ പതാകകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇതേ സ്ഥാനത്ത് BJPയുടെ എടുത്ത് നോക്കുകയാണെങ്കിൽ ഉണ്ടാവും, BJPയുടെ താമര ഉണ്ടാവും, താമരയുടെ കൂടെ ജയ് ശ്രീരാമൻ്റെ പതാക ഉണ്ടാവും, ഹനുമാൻ്റെ പതാക ഉണ്ടാവും, ഇങ്ങനത്തെ ദൈവങ്ങളുടെ പതാകകൾ ഉണ്ടാവുക തന്നെ. നിങ്ങൾ അത് രണ്ടിൻ്റെ വ്യത്യാസമാണ് പറഞ്ഞിരുന്നത്. ഇനി അത് മാത്രമല്ല, BJPയിൽ ഇപ്പം അവിടെ വന്നിട്ടുള്ള കൂടിയുള്ള റാലിയിലുള്ള ആളുകളോട് ചോദിച്ചു കഴിഞ്ഞാൽ, അത് കോൺഗ്രസിൻ്റെ റാലിയിലെ ആൾക്കാരോട് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ പ്രത്യേകിച്ച് ഇപ്പോഴത്തെ രാജ്യത്ത് നടക്കുന്ന ബുദ്ധിമുട്ടുകളെ പറ്റി, വോട്ട് തട്ടിപ്പുണ്ടെങ്കിൽ അത്, തൊഴിലില്ലായ്മ ഉണ്ടെങ്കിൽ അത്, രാജ്യത്തെ ആളുകൾ ബുദ്ധിമുട്ടാണ്, അതല്ലെങ്കിൽ പൊല്യൂഷൻ ഉണ്ട്, അങ്ങനത്തെ 100 കാര്യങ്ങൾ ഇവർ ചർച്ച ചെയ്യും. ഇവർ അത് വിളിച്ചിട്ടാണ് മുദ്രാവാക്യം വിളിക്കുക. അതേ സ്ഥാനത്ത് BJPയുടെ ഒരു റാലി നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ എന്താണ്ടാവുക, അവിടെ ജയ് ശ്രീറാം, ജയ് ഹനുമാൻ, ഭാരത് മാതാ കി ജയ്, ഇതാണ് ഏറ്റവും കൂടുതൽ കേൾക്കുക. പിന്നെ അവരോട് എന്തെങ്കിലും ചോദിക്കാൻ ചെന്ന് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യം ഡിസ്കഷൻ ചെയ്താൽ, മോദിജി ദൈവമാണ്, രാമൻ ഞങ്ങളുടെ ദൈവമാണ്, രാമൻ അയോധ്യയിൽ തിരിച്ചു വന്നു, ഇനി ബാക്കി കാശി മധുര അങ്ങനത്തെ സ്ഥലങ്ങളിൽ നമുക്ക് പൊളിക്കണം, മോദിജി ദൈവമാണ്, ഞങ്ങൾക്ക് ഭക്തരാണ്, ഞങ്ങൾ അന്ധഭക്തരാണ്, മോദിജി ഞങ്ങളുടെ അപ്പനാണ്, മോദിജി യുദ്ധം നിർത്തുന്നു, മോദിജി അമേരിക്കനെ താഴ്ത്തുന്നു എന്നും പറഞ്ഞിട്ട്, അതായത് ഈ വാട്സപ്പ് യൂണിവേഴ്സിറ്റിയിൽ വന്നിട്ടുള്ള കള്ളങ്ങളായിട്ടുള്ള ഒരു ബോധമില്ലാത്ത അന്ധഭക്തന്മാർ പറയുന്നതായിരിക്കും. രണ്ടിൻ്റെ വ്യത്യാസമാണ്. ഒരു സ്ഥലത്തെ റാലികൾ കൂടി വരുന്ന ആളുകൾക്ക് സംസാരിക്കാനുള്ളത് എന്തോ, ഇവിടെ സംസാരിക്കാനുള്ള കുറേ അന്ധത, കുറേ ചാണക വർത്തമാനങ്ങൾ, ഇവിടെ രാജ്യത്ത് അനുഭവിക്കുന്ന കാര്യങ്ങൾ, പിന്നെ വരുന്ന ആളുകളുടെ ആ ഒരു ഡീസൻസി, അവരുടെ സംസാരം, മോദിജിനെ കാണുമ്പം അങ്ങനെ കൂപ്പുകുത്തി കണ്ണ് നനഞ്ഞ് കൂപ്പുകുത്തി ദൈവമേ എന്നും വിളിച്ചു പോകുന്ന ആളുകൾ, ഇപ്പുറത്ത് കാണുന്നത് എന്താണ്, ഞങ്ങളുടെ അവകാശങ്ങൾ, ഞങ്ങൾക്ക് രാജ്യത്ത് നിന്ന് കിട്ടേണ്ട കാര്യങ്ങൾ അതൊന്നും ഇല്ല, ഇവിടെ അതിന് വേണ്ടിയിട്ട് സംസാരിക്കണം. ഈ രണ്ടിൻ്റെ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ഇതാണ്. ഇവിടെ ഒരു അന്ധത കൊണ്ടുവന്ന്, അന്ധഭക്തം കൊണ്ടുവന്ന്, അത് പശു അമ്മ ആയാലും വേണ്ടില്ല, കാളപ്പനാണെങ്കിലും വേണ്ടില്ല, അതെന്ന് പറഞ്ഞ് ഇവരെ പറ്റിപ്പിക്കും, അല്ലെങ്കിൽ പറയിപ്പിക്കും. ചാണകട്ട പശുവിനോട് ഇവർ പറയും അത് തിന്നോളാൻ പറയും, അത് തിന്നോ, അത് നല്ലതാണ്, ഞങ്ങൾ പറഞ്ഞില്ല, എന്താ പശുമ്പൻ്റെ ചാണകല്ലേ നിങ്ങൾ തിന്നോ, പശുവിൻ്റെ മൂത്രമല്ലേ നിങ്ങൾ കുടിച്ചോ. ഈ നേതാക്കന്മാർ, ഈ BJP നേതാക്കന്മാർ ആരും ചെയ്യുന്നൊന്നുമില്ല, അത് വേറെ കാര്യം. ചില അന്ധന്മാർ വല്ല മേലോട്ട് വന്നാൽ മാത്രമേ ഇതൊക്കെ ചെയ്യുള്ളൂ, അല്ലെങ്കിൽ ഇവന്മാർ തൊടില്ല. അതാണ് ഈ രണ്ട് കാര്യങ്ങൾ. 2 റാലി നടക്കും, അല്ലെങ്കിൽ 2 ആൾക്കാരുടെ
അണികളും നേതാക്കളും ഒത്തുചേരുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു ഡിഫറൻസ് എത്രയെന്നുള്ളത്. ആ കഴിഞ്ഞ 10 വർഷം ഇത് കൂടി ഇപ്പുറത്ത് കോൺഗ്രസ് നമ്മൾ ആദ്യം പറഞ്ഞ കാര്യങ്ങൾ കുറഞ്ഞു, ഇത് കൂടിയതുകൊണ്ടാണ് നമ്മുടെ രാജ്യം പിന്നോട്ടാണെന്ന് പറയുന്നത്. കളവ് പറഞ്ഞ് പലതും GDP ഇല്ലാത്ത GDP വരെ നമ്മുടെ മുമ്പോട്ട് കാണിച്ചു തന്നിട്ട്, അല്ലെങ്കിൽ ഇല്ലാത്ത പല കാര്യങ്ങളും കാണിച്ചു തന്നിട്ട് നമുക്കിങ്ങനെ പറ്റിച്ചുകൊണ്ടിരിക്കും കോതി മീഡിയ. രാജ്യത്ത് യഥാർത്ഥത്തിൽ നടക്കുന്ന ബിസിനസ് എന്താണ്, നമ്മുടെ ഫോറിൻ ഡീലിങ്സ് എന്താണ്, ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റ് എന്താണ്, നമ്മുടെ രാജ്യത്ത് തന്നെ നടക്കുന്ന പ്രൊഡക്ഷൻ്റെ കാര്യങ്ങൾ എന്താണ്, ഇവർ 10,000 കണക്കിൽ പദ്ധതികൾ പറഞ്ഞ് ഈ പദ്ധതികളൊക്കെ എവിടെ എത്തി, ഇതൊന്നും ചർച്ചയ്ക്ക് വരുന്നില്ല. ഇവരത് മായ്ക്കും. അതവിടെ ഏതെങ്കിലും ഒരു പള്ളി പൊളിച്ചിട്ടോ, അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ക്രിസ്ത്യാനികളെ ആക്രമിച്ചിട്ടോ, ഏതെങ്കിലും ഒരു മുസ്ലിമിനെ തച്ച് കൊന്നിട്ടോ, ബുൾഡോസർ വിട്ടിട്ടോ ഇവന്മാർ അത് മാറ്റി ഇവിടെ നിന്ന് മാറില്ല. ഇതാണ് രണ്ട് റാലികളിൽ നമ്മൾ ഉള്ള ഡിഫറൻസ് എപ്പോഴും കാണാറുള്ളത്. അങ്ങനെ ഇന്നിപ്പോൾ ആ ഒരു റാലി ഒരു മഹാറാലി തന്നെയായിരുന്നു. അത്രയും ആളുകൾ അവിടെ കൂടിയിട്ടുണ്ട്. ഇതിനെതിരെ എന്ത് ചെയ്യണം, അല്ലെങ്കിൽ അങ്ങനെ കുറേ ഡിസ്കഷൻസും കാര്യങ്ങളൊക്കെ നടന്നു. ഇതിൻ്റെ കംപ്ലീറ്റ് വീഡിയോസൊക്കെ പല ചാനലുകളിലും വന്നിട്ടുണ്ട്. അപ്പം താല്പര്യമുള്ളവർക്ക് അത് എടുത്തു കഴിഞ്ഞാൽ അതിലെ കംപ്ലീറ്റ് അവരുടെ പ്രസംഗങ്ങളും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും.